നമസ്കാരം. എൻ്റെ ജ്യോതിഷാലയം വരിക്കം ചാമുണ്ടി അമ്മയുടെ നടയിലാണ്. ഇന്ന് പറയുന്നത് ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി എന്ന രാശികളെ പറ്റിയാണ്. എന്നാൽ ഇന്ന് ഉഭയരാശി മാത്രമേ പറയുന്നുള്ളൂ. ഉഭയരാശി തുടങ്ങുന്നത് മിഥുനത്തിലാണ്. മിഥുനത്തിൽ പകയിരം 3-4 പാദം, തിരുവാതിര, പുണർദം 1-2 പാദം, 1-2-3 പാദം. ഈ രാശിയിലുള്ളവർ ഈ കാലയളവിൽ വലിയ മനപ്രയാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എന്നാൽ ചില ഭാഗ്യങ്ങൾ അവർക്കുണ്ട്. എങ്കിലും വ്യാഴൻ ജന്മത്തിൽ നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ട്. പറഞ്ഞു വീഴാനും ദൂരയാത്ര പോകുമ്പോൾ വീഴ്ചകളും മറ്റും ശ്രദ്ധിക്കണം. അതിനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ വിവാഹിതരാകാൻ പോകുന്നവർക്ക് നല്ല കാലമാണ്. ഹൃദയബന്ധത്തിലുള്ളവർക്കും വിവാഹം നടക്കും. വിസ, പുതിയ അപ്പോയിൻമെൻറ്റ് അവർക്കും നല്ലതാണ്. മിനിമം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വഴിയും അപ്പോയിൻമെൻറ്റുകൾ ഏർപ്പെടാൻ കഴിയും. ഒരു സംശയമില്ല. ഇത് വേണമെങ്കിൽ കുറിച്ച് വെച്ചോളൂ. അടുത്ത ഉഭയരാശി കന്നിയാണ്. കന്നിയിൽ 1 പാദം ഉത്രവും അത്തം, ചിത്തിര 1-2 പാദങ്ങളുമാണ്. ഇവരുടെ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ്. എല്ലാവർക്കും അറിയാം. പക്ഷേ ശനിയുടെ കൂടെ ശുക്രൻ നിൽക്കുന്നത് അവർക്ക് ഗുണകരമാണ്. വലിയ നേട്ടങ്ങളുണ്ടായില്ലെങ്കിലും കന്യരാശിക്കാർക്ക് വലിയ ദുഃഖങ്ങൾക്കിടയാകുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവർക്കും കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഗുണം ഉണ്ടാകും. പ്രാസംഗികർക്കും നടീനടന്മാർക്കും കലയിലുള്ളവർക്ക് പ്രത്യേകിച്ച് സാഹിത്യകാരന്മാർക്കും സാഹിത്യകാരികൾക്കും ഒക്കെ ഗുണമുള്ളതാണ്. വാഗ്ദേവത കടാക്ഷിക്കുന്നവരാണ്. അവർക്കും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാവുന്നതാണ്. അടുത്ത ഉഭയരാശി ധനുസ്സാണ്. ധനുസ്സിൽ മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദമാണ്. ഇവരുടെ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അത് കേമം എന്നല്ല, കെങ്കേമം എന്ന് തന്നെ പറയാം. ഇവരിപ്പോൾ ഒരു 75% കാര്യങ്ങൾ ചെയ്ത് വച്ചിട്ട് വിട്ടുകളഞ്ഞ കാര്യങ്ങളുണ്ടാക്കാം. അത് ഹൃദയബന്ധമാകാം, പ്രൈവറ്റ് ജോലികൾക്കാകാം, വിവാഹത്തിൻ്റെ കാര്യത്തിലാക്കാം, ചിട്ടി ലോട്ടറി ആക്കാം. ഇത് ഒന്നുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അത് കിട്ടും. ധനുസിൻ്റെ ചിഹ്നം തന്നെ അസ്ത്രം ആണ്. അമ്പെയ്ത് കൊള്ളിക്കാൻ കഴിയുന്നുള്ളവരാണ്. നിരാശ വേണ്ട. എന്നാലും ശാരീരിക വിഷമതകൾ ഉണ്ടാകും. ആരോഗ്യം സൂക്ഷിക്കണം. ശാരീരിക വിഷമങ്ങൾ, രോഗങ്ങൾ ഉണ്ടായാലും മരുന്ന് ഫലിക്കും. ആ ധൈര്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്ത ഉഭയരാശി മീനമാണ്. മീനത്തിൽ പൂരുട്ടാതിയുടെ 4-ാം ഭാഗം, ഉത്രട്ടാതി, രേവതി. ഇവിടെ ശുക്രൻ്റെയും ശനിയുടെയും യോഗമാണ്. അതുകൊണ്ട് ജന്മശനി, കണ്ടകശനി തുടങ്ങുന്ന കാര്യങ്ങളുടെ അവസ്ഥകളെപ്പറ്റി പറഞ്ഞ് ദുഃഖിക്കാതെ ശാസ്താവിന് തീർച്ചയായും സേവനമൊക്കെ ചെയ്യുക. സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് എള്ളു പായസമാണ്. ശാസ്താവിന് എള്ളു പായസം, ശുക്രൻ്റെ അറിയാമല്ലോ ദേവിയാണ്. ദേവിക്ക് കുങ്കുമാഭിഷേകം, ഹരിക്കാത്തമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലി, പാലഭിഷേകം ഇത്യാദി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനയോഗമുള്ള സമയമാണ്. ജോലി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഇന്ന് 4 രാശി ഉഭയരാശിയെപ്പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വരിക്കകത്തമ്മയുടെ ദൈവാധീനം, സഹായം, കൃപ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസത്തിലേക്ക് മാറുന്നു.